കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറും ജില്ലാ പ്രസിഡൻറ്റും, എറണാകുളം ജില്ലാ പ്രസിഡൻറ്റും, അതുപോലെ തന്നെ കേരള ജമിയത്തുൽ ഉലമ ദഅ്വ കമ്മിറ്റിയുടെ ഡയറക്ടറും, സിറാജ് പത്രത്തിൻ്റെ എറണാകുളം ബ്യൂറോ ചെയർമാനുമായ ദാരിമി ഉസ്താദാണ് അലി ദാരിമി ഉസ്താദാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാലികമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ വലിയ വിവാദം ആയിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രമുഖനായ വ്യക്തി എന്നുള്ള എനിക്ക് ചോദിക്കുകയാണ്. ഈ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു പ്രസ്താവന വളരെയേറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സമയമാണത്. കേരളത്തിലെ മുസ്ലിങ്ങൾ ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതാണ് എന്ന് പ്രസ്താവിച്ചു. ഇതിൻ്റെ ഉസ്താദിൻ്റെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അതിനൊരു വിശദീകരണം പറയാൻ പറ്റുമോ? കാന്തപുരം ഉസ്താദ് എന്നുള്ളത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു പ്രസ്ഥാനം. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അതെ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നതോടൊപ്പം ലോക മുസ്ലിം തലങ്ങളിൽ തന്നെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ്. ഒരു വ്യക്തി മാത്രമല്ല കാന്തപുരം ഉസ്താദ്, ഒരു പ്രസ്ഥാനമാണ്. ഒരു നല്ല ഒരു ശതമാനത്തിന് വ്യക്തമായ ദിശാബോധം കൊടുക്കുന്ന ഒരു നേതൃത്വമാണ് ഉസ്താദ്. കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരുപാട് എതിർപ്പുകൾ ധാരാളം നേരിടേണ്ടി വന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ വളരെ പക്വമായ, വളരെ വ്യവസ്ഥാപിതമായ തീരുമാനങ്ങളും നിലപാടുകളും എടുത്തുകൊണ്ടാണ് ഇതേവരെ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും എന്തെങ്കിലും അരോചകമായി തോന്നിയാൽ പോലും പിൽക്കാലത്ത് അവർ തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു വരാറുണ്ട്. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. അതായത് ഉദാഹരണം ഞാൻ പറയാം, ഇതൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിക്കും ആലോചിച്ച് വളരെ കൃത്യമായി തന്നെയാണ് പറയാറുള്ളത്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ പോയി കണ്ടു. പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതെ, BJPയുടെ പാർട്ടിയുടെ അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി എന്ന നിലക്ക് പോയി കണ്ടു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതല്ല അദ്ദേഹം പറഞ്ഞത്. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉസ്താദ് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മറ്റ് ചാനൽ, അതായത് പുറം ലോകം അറിയുന്ന ചാനലുകാർ സംസാരിച്ചപ്പോഴാണ് ഉസ്താദ് ഈ ഒരു പ്രയോഗം നടത്തിയത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. കാരണം ഒരു ധീരനായ അല്ലെങ്കിൽ ഒരു ധിക്കാരിയായ ഒരാളോട് നേരിട്ട് ചെന്ന് നിങ്ങളുടെ ഭരണം ശരിയല്ല എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം വളരെ തീവ്രമായി ശത്രുത പുലർത്തുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തോട് തന്മയത്വത്തോടുകൂടി വളരെ വളരെ നയപരമായ സമീപനത്തോടെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തീവ്രതയും അല്ലെങ്കിൽ ശത്രുതയും കുറയാനും സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് അത് ഇസ്ലാമിക വിരുദ്ധമല്ലേ ശരിക്കും? അല്ല, പറയട്ടെ, അങ്ങനെ ഇസ്ലാമിക വിരുദ്ധമാകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞിട്ടെ, ധീരനായ ആണെങ്കിൽ പോലും എന്നാണ് ഞാൻ പറഞ്ഞത്. ആണെങ്കിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന അത് സംരക്ഷിക്കേണ്ട ആളാണ്. ഭരണഘടന യഥാർത്ഥത്തിൽ മറ്റ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വളരെ മൂല്യമുള്ള, എന്നാൽ ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടന നിലവിലുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ അവകാശം കൊടുക്കുന്ന ഒരു ഭരണഘടന സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഭരണഘടന പലപ്പോഴും തകർക്കപ്പെടുന്നത് എന്തായാലും അത് നമ്മൾ പറയുകയും അല്ലെങ്കിൽ ഉപദേശിക്കുകയും അല്ലെങ്കിൽ അത് ഓർമ്മപ്പെടുത്തുകയും അതിനെതിരെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതെ. അതേ സമയത്ത് പൊതുവെ മുസ്ലിമീങ്ങൾ എല്ലാവരും പ്രയാസത്തിലാണ് എന്ന ഒരു പ്രയോഗം നമുക്ക് പാടില്ല. കാരണം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഗവൺമെൻറ്റിനെ കൊണ്ടുവരണം. മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രയാസമില്ലാത്ത, മറ്റുള്ളവർക്കൊരു പ്രയാസമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. അത് തന്മയത്വത്തോടു കൂടിയായിരിക്കണം അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത്. ആ രൂപത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അല്ലാതെ
ഇവിടെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിലൊന്നും ഇല്ലാത്ത സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതൊന്നും നമുക്ക് എതിർക്കാൻ കഴിയില്ല. മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നമ്മുടെ ദഅവത്തുകൾക്കോ നമ്മുടെ പ്രവർത്തനങ്ങൾക്കോ ഇല്ലാത്ത അനുവാദമില്ലാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതിനെല്ലാം സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ചിലയിടത്ത് അത് ഉപേക്ഷിക്കപ്പെടുമ്പോൾ, ഇപ്പം ഞാൻ പറയാം, ഒരു ഉദാഹരണത്തിന് ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലുമായി വന്നു. ഈ വന്നപ്പോൾ എറണാകുളത്ത് നടത്തിയ ഒരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ സംബന്ധിച്ചു എന്നാണ് പത്രങ്ങൾ അവകാശപ്പെട്ടത്. അത്രയും വലിയ സമ്മേളനമായിരുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗം നടത്തിയത് കാന്തപുരം ഉസ്താദാണ്. ആ പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്ത്യ രാജ്യം ഹിന്ദുക്കളുടേതല്ല, ക്രിസ്ത്യാനികളുടേതല്ല, മുസ്ലിമീങ്ങളുടേതല്ല, ഇന്ത്യ നമ്മുടേതാണ്. ഇങ്ങനെ ആവശ്യം വരുന്നിടത്ത് ശക്തമായി ആളുകളുടെ മുമ്പിലും എവിടെയും പ്രതികരിക്കാൻ ശേഷിയുള്ള നേതാവാണ്. അത് പിന്നെ സാഹിബിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നു എന്ന് പറഞ്ഞ പോലെ ഈ പ്രധാനമന്ത്രിയെ കണ്ടോടുകൂടി അത് മാറി എന്നുള്ളതാണ് ആളുകളുടെ ഒരു ഇത്. ഇല്ല, ഇത്രയും ക്രൂരനായ സ്വേച്ഛാധിപതിയുടെ മുന്നിൽ സത്യം പറയുന്നതാണ് ജിഹാദ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് നേരെ ഓപ്പോസിറ്റ് അല്ലേ നടന്നത്? അല്ല, അതാ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ സംസാരമല്ലാതെ ഒരിക്കലും അങ്ങനെയല്ല ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറയേണ്ടത് ഒരു പ്രധാനമന്ത്രി എന്ന നിലക്ക് നമ്മുടെ അവകാശങ്ങൾ, ആവശ്യങ്ങൾ ഒക്കെ രൂപപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല. ഇല്ല, കേട്ടിട്ടില്ല. അതേ സമയത്ത് പത്രക്കാരോട് പറഞ്ഞതാണ് ഈ വാക്ക്. അതെ അതെ, ആ വാക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പുറം ലോകത്തേക്ക് ഇവിടെ മുസ്ലിമീങ്ങൾ ഭീതിതമാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിലവിലുള്ള മുസ്ലിമീങ്ങളും ഭയക്കാരായി മാറും. പൊതുവെ നമ്മുടെ ഊർജം നഷ്ടപ്പെടും. അതോടൊപ്പം മറ്റ് മുസ്ലിം ലോകം മുഴുവനും നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് വരുത്താതിരിക്കാനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വിശദീകരണം. പണ്ട് വളരെ ആർജവത്തോട് കൂടിയിട്ട് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയുന്ന ശക്തനായ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അതെ, സിംഹഗർജനം. അത് തന്നെയാണ് ഞാനിപ്പോൾ. ആ ഗർജനം ഇന്ന് മാറുകയും ഇന്ന് അത് വെറും ഒരു ഓരിയിടരായി മാറുകയും ചെയ്യുന്നുണ്ടോ എന്ന് ഈ മുസ്ലിങ്ങൾ സംശയിച്ചു കഴിഞ്ഞാൽ അതിന് ഉസ്താദിന്റെ വിശദീകരണം എന്താണ്? അല്ല, അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ലല്ലോ. കാരണം പ്രായം ഉസ്താദിനെ തളർത്തി? ഇല്ല, ഒരിക്കലുമില്ല. നമ്മളൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഒരു അസ്വസ്ഥത, ഒരു അസുഖം വന്നപ്പോൾ ഉസ്താദ് തളർന്നു എന്നുള്ളത് മനസ്സിലാക്കിയെങ്കിലും അള്ളാഹുവിൻ്റെ വലിയ കഴിവുകൊണ്ട്, നിയമത്തുകൊണ്ട് ഉസ്താദ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. അങ്ങനെ ഊർജ്ജസ്വലനായി ഏത് രംഗത്തും ഇപ്പോഴും സംസാരിക്കാവുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാവുന്ന ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. അതേ സമയത്ത് പൊതുസമൂഹം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിൻ്റെ വലിയ ബൗദ്ധികമായ അതോടൊപ്പം വിദ്യാഭ്യാസപരമായ ആ ഔന്നത്യവും മറച്ചു വെക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇപ്പോൾ ഞാൻ പറയാം, ഇവിടെ ഭരണഘടനയെക്കുറിച്ച് ശരിക്ക് ബോധ്യപ്പെടുന്നത് അഡ്വക്കറ്റുമാരാണ്, അല്ലേ? നന്നായി പഠിച്ചിട്ട്. ഈ അഡ്വക്കറ്റുമാരെ സൃഷ്ടിക്കാനും സംവിധാനിക്കാനും എത്രയോ അഡ്വക്കറ്റുമാർക്ക് LLB പഠിപ്പിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി LLB കോളേജ്, ലോ കോളേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തെക്കുറിച്ച് പഠിക്കണം, സംവിധാനത്തെക്കുറിച്ച് ശരിക്ക് ബോധ്യപ്പെടണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അതൊക്കെ തീർച്ചയായിട്ടും ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വക്കീലന്മാരൊക്കെ ഒരു കാലത്ത് പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ കോടതിയിൽ ചെന്നാൽ ഭരണഘടനയെ പിടിച്ചു നിർത്തി, ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെയാണ് രാജ്യം നീക്കേണ്ടത് എന്ന് വാദിക്കാൻ പറ്റുന്നവരെ ഇവിടെ സൃഷ്ടിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് അദ്ദേഹം ചെയ്യുന്ന വലിയ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമാണത്. ഉസ്താദിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഉസ്താദിൻ്റെ ഒരു സമീപനമാണ്. ഇതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല എന്നാണ് അത് തീർച്ചയായിട്ടും പറയുന്നു. അപ്പോൾ അതിൽ ആൾക്കാർ സംശയിച്ചാൽ അത് സ്വാഭാവികമാണ്. സാധാരണ കുറേ ആൾക്കാരുടെ മനസ്സിൽ, പ്രത്യേകിച്ച് ഈ ഉസ്താദിനെ മനസ്സിൽ ആദരിക്കുന്ന, ആരാധിക്കുക എന്ന് ഇസ്ലാമിൽ പറയാൻ പാടില്ല, ആദരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ മനസ്സിൽ നിന്ന് ഉസ്താദ് പടിയിറങ്ങിപ്പോയൊരു സന്ദർഭമുണ്ട്. ഈ ഒരൊറ്റ വാക്കുകൊണ്ട് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉസ്താദ് പടിയിറങ്ങിപ്പോയി. അത് നിങ്ങൾക്കങ്ങനെ തോന്നുകയാണ്. ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. എല്ലാവരെയും ഒരു ലക്ഷക്കണക്കിന് എന്നതിലേക്ക് പോകരുത്. ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അവർക്ക് അത് മനസ്സിലാകും, ബോധ്യപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
നമ്മുടെ രാജ്യം ഇനിയും സുസ്ഥിരമാകണം, അത് വളരെ ഭംഗിയായി രാജ്യം കൊണ്ടുപോകണം. അത് പോകണമെങ്കിൽ ഇവിടെയുള്ള ഈ തെറ്റായ പ്രവണതകൾ മാറിക്കിട്ടുന്നതിനുള്ള സമീപനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യണം. അല്ലാതെ തീവ്രമായി അല്ലെങ്കിൽ ഭീകരമായി എന്തെങ്കിലും പ്രതികരിച്ചുകൊണ്ട് രാജ്യത്തെ ഒന്നുകൂടി അസ്ഥിരപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. ഉസ്താദ് പറഞ്ഞ വളരെ കാര്യമാത്ര പ്രസക്തമായൊരു കാര്യമാണ്. സമഞ്ജസമായിട്ട് എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുകയും ഈ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ, സ്നേഹത്തിൻ്റെ നൂലിലൂടെ പരസ്പരം കോർത്തു നിർത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഉസ്താദ് നടത്തിയിട്ടുള്ളത് എന്നാണ് അലി ദാരിമി ഉസ്താദിൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായം വളരെ വിലപ്പെട്ടത് തന്നെയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കത്തിച്ചു വിടുന്നതിനേക്കാൾ ഒരു വെള്ളം ഒഴിച്ച് സമാധാനിപ്പിക്കുന്നത് നല്ലത് എന്നാണ്. അതെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു നമുക്കറിയാലോ യുദ്ധ ഭീകരതയൊക്കെ രാജ്യങ്ങൾ തമ്മിൽ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നു. വല്ലാത്തൊരു അസഹിഷ്ണുതയുടെയും അസംതൃപ്തിയുടെയും കാലഘട്ടത്തിൽ അതെല്ലാം മാറ്റി എല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരവസരം, പരസ്പര ധാരണയ്ക്കുള്ളൊരവസരം, പരസ്പര സ്നേഹത്തിനുള്ളൊരവസരം, മതസൗഹാർദ്ദത്തിനുള്ളൊരവസരം ആണ് ഉസ്താദ് മുമ്പോട്ട് വയ്ക്കുന്നത് എന്നതാണ് ദാരിമി ഉസ്താദ് നൽകുന്ന വിശദീകരണം.